നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കോട്ടപ്പടി വരെ പോകട്ടെ. ഇവിടെ വന്ന സ്ഥിരമാണ്, വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവില്ല, എപ്പോഴും ഷോപ്പിംഗ് പോലെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോകും. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു പോക്കാണ്. അപ്പോൾ ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് മൂഡ് വന്നാൽ ഞാൻ ഇടും. പിന്നെ നമ്മൾ ഇന്ന് പോണത് എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ നെട്ടും. നമ്മൾ തേങ്ങ പൊളിക്കണ മെഷീനില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അതിനാണ് ഇത്രയും കിട്ടിയൊരുങ്ങി പോണത്. എന്തായാലും പോണ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇത്രയും നേരം അത് റോ ആയിട്ട് കണ്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാട്ടോ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതിരുന്നത്. ഇവിടെ തൊട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാട്ടോ. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് 150 രൂപേന്റെ എന്തൊരു മേള തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ കാട്ടോ. അവിടെ പോയിട്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയണം 1-2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോമഡി എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിക്കാൻ പോയ തേങ്ങ പൊളിക്കണ മെഷീൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി ക്ഷീണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു വലിയ പറമ്പുള്ള ഒരു ചെറിയ ചായക്കടയൊക്കെ. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ റെഡി ആയ സ്ഥിതിക്ക് നമ്മൾ അവിടെ പോയിരുന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും എത്തി എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഷവർമ്മ എന്നിട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഷവർമ്മ പോലെ കണ്ടിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസിന് ഇത് വർത്ത് കേട്ടോ. എവിടെ പോയാലും സർവത്ത് മാത്രം കുടിച്ചോണ്ടിരുന്ന ഞാനിപ്പോ ഒരു ചായ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ചില സാങ്കേതിക കാരണം കൊണ്ട് അനിയത്തി നേരെ ഓട്ടോറിക്ഷ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്കുള്ള സമൂസ കൊണ്ടുകൊടുക്കുകയാണേ. എന്താണ് സാങ്കേതിക പ്രശ്നം എന്നൊക്കെ അറിഞ്ഞില്ലേ. ഇനി നേരെ വീട്ടിൽ പോവാ. പോണ വഴിയിൽ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.